അയ്യോ ഇതാ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറയാൻ കൊള്ളാമോ, അങ്ങനെ പറയുന്നത് ശരിയാണോ, ഇതെന്താണ്, ഇയാൾ ഒരു മനുഷ്യനാണോ, ഇയാൾ മന്ത്രിയല്ലേ, ഇയാൾ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടായിട്ട് പറയുന്നുണ്ട്, സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി. ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേകത ഉണ്ട്. സുരേഷ് ഗോപി എന്തു പറയുന്നു എന്ന് നോക്കിയിട്ട് അതിനെ പിന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് സുരേഷ് ഗോപി ഇതാ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ വിവാദ പ്രസ്താവന എന്ന് പറഞ്ഞ് തലക്കെട്ടടിക്കുന്ന ഒരു രീതി, അത് നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത. സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, നമ്മളിനി ഒരു മാധ്യമത്തെ പോലും മാറ്റി നിർത്തി പറയേണ്ട, കേരളത്തിലെ പിന്നെ പൊതുരംഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളും സുരേഷ് ഗോപിയെ എവിടെ ഇട്ട് കിട്ടിയാൽ അവിടെ ഇട്ട് കൊടുക്കാൻ കാത്തിരിക്കുകയാണ് എന്നത് പകയോടുകൂടി, നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നതാണ് ശരി, കേരളത്തിലെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് പകയോടെയാണ് പെരുമാറുന്നതെന്ന് വ്യക്തമാണ്. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെ വിവാദമാക്കി, വലിയ വിഷയമാക്കി, അതിനെ അങ്ങോട്ട് ചർച്ച ചെയ്ത് അതിന് പിന്നെ കുറെ ആൾക്കാരെ വിളിച്ചിരുത്തി അങ്ങനെ സുരേഷ് ഗോപി പറയാൻ കൊള്ളാമോ, ഇത് സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്നത്. അറിയാമല്ലോ, സുരേഷ് ഗോപി ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് ഈ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ, അദ്ദേഹം പറഞ്ഞ വാക്ക് ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നാടകീയമായ ശൈലിയാണ്. അദ്ദേഹം അങ്ങനെയാണ് പൊതുവിൽ പറയുന്നത്. ഒരു നാടകീയമായ ഡയലോഗ്, ഒരു പ്രസന്റേഷനാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസന്റേഷൻ്റെ ശൈലി വരാറുണ്ട്. അതുകൊണ്ട് ഒരു ഉന്നത കുലജാതൻ എന്തുകൊണ്ട് ട്രൈബൽ പിന്നെ പട്ടികജാതി വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൂടാ, അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ അത് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞു. ഉന്നത കുലജാതന്മാരെ കൊണ്ട് പിന്നെ പട്ടികജാതി വിഭാഗത്തെ ഭരിക്കണം എന്ന് പറഞ്ഞു. ഇത് പിന്നെ സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നുള്ള ശ്രമമാണ് എന്ന് നമ്മുടെ കേരള മാധ്യമങ്ങൾ പറഞ്ഞു. പക്ഷേ സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ അതിൻ്റെ മറു സൈഡും കൂടെ പറഞ്ഞു. എന്നാൽ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ പട്ടികജാതി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ പട്ടികജാതിയിൽപ്പെട്ട നമ്മുടെ ആൾക്കാർ, നേതാക്കൾ ആരെങ്കിലും ഉന്നത വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും വേണം, ഉന്നത ജാതിക്കാർക്ക് വേണ്ടിയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും വേണം. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണം. അത് നമ്മുടെ പിന്നെ ഭരണ സംവിധാനത്തിലും ജനാധിപത്യത്തിലും വല്ലാത്തൊരു മാറ്റമുണ്ടാകും. എനിക്ക് പലപ്പോഴും ഒരു പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോദിജിയോട് എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. സുരേഷ് ഗോപി പിന്നെ വിവാദ പ്രസ്താവന നടത്തി. ഉന്നത കുലജാതൻ, അദ്ദേഹത്തിന് മനസ്സിൽ കിടക്കുന്ന ആ ഉന്നത കുലജാതൻ എന്നുള്ള ആ ഒരു അഹംഭാവമാണ് അദ്ദേഹത്തിന് അങ്ങനെ കൊണ്ട് പറയിപ്പിച്ചത് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. ശരി, ഞാൻ നിങ്ങളുടെ മുന്നിൽ അന്ന് സുരേഷ് ഗോപി പറഞ്ഞ ചില ഡയലോഗ് എന്താണെന്ന്, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക് എന്താണെന്ന് നോക്കാം. 2016 സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: 2016 ഞാൻ ആദ്യം MP ആയത് മുതൽ മോദിജിയോട് പറയുന്നതാണ് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, ട്രൈബൽ തരൂ എന്നത്. ഒരു ഉന്നത കുലജാതൻ അവർക്ക് വേണ്ടി ട്രൈബൽ മന്ത്രി ആവണമെന്നത് എൻ്റെ ആഗ്രഹമാണ്. മന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു ട്രൈബൽ വിഭാഗക്കാരനുണ്ടെങ്കിൽ അയാളെ മുന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ പരിവർത്തനം ഉണ്ടാകണം. സുരേഷ് ഗോപി ഇതാണ് പറഞ്ഞത്. ഇതിൽ എവിടെയാണ് കുഴപ്പം? സുരേഷ് ഗോപി പറഞ്ഞതിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ജാതിയും മതവും പറയാത്ത ആരുണ്ട്? ഇപ്പോൾ ഞാൻ വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാനൊരു വാർത്ത വായിച്ചിട്ടാണ് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു, ഈഴവന്മാർക്ക് ഒരു സ്ഥാനവും നൽകുന്നില്ല കേരളത്തിൽ. കോൺഗ്രസിൽ ഒരു ഈഴവ പിന്നെ KPC പ്രസിഡന്റ്, അയാളെ ഇതാ പുകച്ചു പുറച്ചു ചാടിക്കാൻ പോകുന്നു. BJPയിൽ പാർട്ടി പ്രസിഡന്റ് ഈഴവനാണെങ്കിലും മറ്റു പല വകുപ്പുകൾ വരുമ്പോൾ, മറ്റു ചില സ്ഥാനങ്ങൾ വരുമ്പോൾ, അതായത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്ഥാനം പോലുള്ള മറ്റു ചില ഉയർന്ന സ്ഥാനങ്ങൾ വരുമ്പോൾ ഈഴവന്മാരെ തഴയുന്നു. ഈഴവന്മാരെ വെറും കറിവേപ്പില പോലെ കാണുന്നു. ഈഴവന്മാർക്ക് വേണ്ടിയിട്ട് ഈ മുന്നണികളൊന്നും ചെയ്യുന്നില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന തരത്തിൽ
കാര്യത്തിൽ LDF ആണ് അല്പമെങ്കിലും ഈഴവന്മാരോട് കൂടെ നിൽക്കുന്നത്. എന്നിൽ പോലും ഈഴവന്മാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യവും ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈഴവന്മാരോട് വളരെ മോശമായ രീതിയിൽ അവഗണിക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത് പറഞ്ഞിട്ട് ഈഴവ 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 എന്ന് ഇങ്ങനെ 3000 വട്ടം വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത അദ്ദേഹത്തിന്റെ അവരുടെ പത്രത്തിലാണ്, അവരുടെ മുഖപ്രസംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ പത്രത്തിൽ SNDPയുടെ പത്രത്തിൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇന്ന് വാർത്തയായിരിക്കുന്നു. അപ്പോൾ അത് ഒരു പ്രധാന വിഷയമല്ലേ? മാത്രമല്ല നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരും അന്ന് തീണ്ടലും തൊടിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത്, അവരെല്ലാം വീടുകളിൽ പോയി ചെന്നിരുന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരികയും അവരെ ഒരു പൊതു മെയിൻ സ്ട്രീമിൻ്റെ ഒരു പ്രധാന കക്ഷികളാക്കി മാറ്റുകയും അവർക്ക് കയറാൻ കഴിയാത്ത ക്ഷേത്രങ്ങളിലേക്ക് അവരെ കയറാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുകയും അങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയും കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തത് ഈ പട്ടികജാതിക്കാരായ ആൾക്കാരാണോ? ഉന്നത കുല ഈ പറയുന്ന സുരേഷ് ഗോപി പറയുന്നത് പോലെ ഉന്നത കുലജാതരായിരുന്നല്ലോ, നായന്മാരും നമ്പൂരിമാരുമാണല്ലോ ഈ ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ നേരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും അവരെ കൈപിടിച്ചുയർത്തിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും വലിയൊരു സമരങ്ങൾ ഉണ്ടാക്കിയതുമെല്ലാം ഈ നായന്മാരും നമ്പൂരിമാരുമായിരുന്നല്ലോ. എന്താ അത് കുഴപ്പമാണോ? അന്ന് പട്ടികജാതിക്കാർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പോൾ അന്ന് അവർ അത്ര പിന്നോക്കക്കാരായിരുന്നു, അവർക്കത് അങ്ങനെ മുന്നോട്ട് വരാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുപോലെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തിനെ വളച്ചൊടിച്ച് അനാവശ്യമായി ചർച്ച ചെയ്യുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങളൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞതിൽ ഒരിടത്തും തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ആൾക്കാർ അദ്ദേഹം പറഞ്ഞ ഒന്നും കൂടെ പറയാം, ഒരു ഉന്നത കുലജാതൻ അവർക്ക് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. ഒരു ഉന്നത കുലജാതൻ ട്രൈബൽ മന്ത്രിയാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ അത് പറയുമ്പോൾ തന്നെ മന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു ട്രൈബൽ വിഭാഗക്കാരനുണ്ടെങ്കിൽ അയാളെ മുന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കുകയും വേണം. ഇത് രണ്ട് വശവും അദ്ദേഹം പറഞ്ഞു. അത് നമ്മുടെ സംവിധാനങ്ങളുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ പരിവർത്തനം ഉണ്ടാവണം. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിലെന്താണ് കുഴപ്പം? എന്താണ് തകരാറ്? ഇവിടെ ഓരോ പിന്നോക്കക്കാരനെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് മുന്നോക്കക്കാരൻ തന്നെയാണ്, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവർക്ക് സ്വയം ഉയർന്നു വരാൻ ശേഷിയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിപ്പോഴുമുണ്ട് ആ സ്ഥിതി. ഇവിടെ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇപ്പോൾ മന്ത്രി കേളു മന്ത്രിയാണല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് ഭരണം കൊടുക്കാത്തത്? ദേവസ്വം ബോർഡ് ഇപ്പോഴും ഉന്നത കുലജാതന്മാർക്ക് വേണ്ടിയിട്ട് CPM മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ്? പാവം കേളുവിനിട്ട് അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടാണോ? പട്ടികജാതി വകുപ്പ് മാത്രമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ ദേവസ്വം ബോർഡും കൂടെ ഭരിച്ചിരുന്നു. ഇപ്പോൾ കേളു വന്നപ്പോൾ കേളുവിന് ഈ ദേവസ്വം ബോർഡിന്റെ അധികാരം കൂടെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ? അപ്പോൾ അവിടെയെല്ലാം ഈ ഉന്നത കുലജാത സ്വഭാവം പിണറായി വിജയന്റെ സർക്കാരിനും ചെയ്യാം. അവരുടെ PVയിൽ പോലും ഒരു പിന്നോക്കക്കാരനെ ഇതുവരെയും കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി നിൽക്കുമ്പോഴാണ് ഇവിടെ ദേശാഭിമാനിയും നമ്മുടെ കേരളത്തിലെ ഈ മാധ്യമങ്ങളെല്ലാം സുരേഷ് ഗോപിയെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ വേണ്ടി പിന്നാലെ നടന്ന് അദ്ദേഹത്തിൻ്റെ ഉപ്പൂരിയിൽ ചവിട്ടി അദ്ദേഹത്തിനെ ഇങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവസാനം അറിഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ വിഷമമായി തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് സുരേഷ് ഗോപി പറഞ്ഞതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തിനങ്ങനെ പറയാൻ പോകുന്നു? സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ബോധ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നു? ഞാൻ പിന്മാറുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ക്ലിയർ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അത് പൊതുരംഗത്ത് കുറച്ചുകൂടി ശക്തമായിട്ട് പറയണം. ഈ കേരളത്തിലെ കുറേ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കി വയ്ക്കുന്ന ഈ സംവിധാനത്തിന് കീഴിൽ അടിയറവ് പറയരുത് സുരേഷ് ഗോപി എന്ന് തന്നെയാണ് എനിക്ക് ദയവായി താഴ്മയായി പറയാനുള്ളത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു.
കഥ പോലൊരു ജീവിതം. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.